കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായ മുസ്ലിം ലീഗ് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് വലിയ പ്രതീക്ഷകളോടെയും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുമാണ്. UDF രണ്ടാമത്തെ വലിയ കക്ഷി എന്ന നിലയിൽ മുന്നണിയെ വിജയത്തിലേക്ക് നയിക്കാനും തങ്ങളുടെ സ്വാധീന മേഖലകൾ വിപുലീകരിക്കാനും ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് പാണക്കാട് സെയ്ദ് സദീഖ് അലി ശിഹാബ് തങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം UDFനെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ്. ഇതിനായി മുന്നണി വിപുലീകരണത്തിന് ലീഗ് മുൻകൈ എടുക്കുന്നു. പ്രത്യേകിച്ച് LDF പാളയത്തിലുള്ള കേരള കോൺഗ്രസ് എം വിഭാഗത്തെ തിരികെ UDFൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ ലീഗ് സജീവമാക്കിയിട്ടുണ്ട്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിത്തറയും മനസ്സും ഇപ്പോൾ UDFനൊപ്പമാണെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മധ്യ കേരളത്തിൽ UDFന് നഷ്ടപ്പെട്ട മേധാവിത്വം തിരിച്ചുപിടിക്കാൻ കേരള കോൺഗ്രസിന്റെ മടങ്ങിവരവ് അനിവാര്യമാണെന്ന് ലീഗ് വിശ്വസിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച സീറ്റുകളുടെ എണ്ണത്തിൽ ഇത്തവണ വലിയ മാറ്റം വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം. ലീഗിന്റെ സംഘടനാ ശക്തി വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾക്ക് പാർട്ടിക്ക് അർഹതയുണ്ടെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കുന്നു. മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് മറ്റ് ജില്ലകളിലും ലീഗിന് വലിയ സ്വാധീനമുണ്ട്. കോട്ടയം പോലുള്ള ജില്ലകളിൽ ഇത്തവണ മത്സരിക്കാൻ ലീഗ് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. വടക്കൻ കേരളത്തിലെ ശക്തി നിലനിർത്തുന്നതിനോടൊപ്പം തെക്കൻ മധ്യ കേരളത്തിലും പാർട്ടി സാന്നിധ്യം അറിയിക്കാൻ ഇത് സഹായിക്കും. ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസുമായി സീറ്റുകൾ വെച്ചുമാറുന്നതിനെക്കുറിച്ചും അണികൾക്കിടയിൽ വലിയ ആഗ്രഹമുണ്ട്. വിജയസാധ്യതകൾ കണക്കിലെടുത്ത് അത്തരം ചർച്ചകൾ മുന്നണി യോഗത്തിൽ ഉന്നയിക്കും. പരമ്പരാഗത ശൈലികളിൽ നിന്ന് മാറി കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൊണ്ടുവരാൻ ലീഗ് തയ്യാറെടുക്കുന്നു. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട തീരുമാനമായിരിക്കും ഇത്തവണത്തെ വനിതാ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾ മികച്ച ഭരണം കാഴ്ചവെക്കുന്നത് നിയമസഭയിലേക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. യുവാക്കളെ ആകർഷിക്കുന്നതിനായി കൂടുതൽ യുവ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കും. സിറ്റിംഗ് MLA-മാർ എല്ലാവരും ഇത്തവണ മത്സരിക്കണമെന്നില്ല എന്ന സൂചനയും നേതൃത്വം നൽകുന്നു. PK കുഞ്ഞാലിക്കുട്ടി തന്നെയായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് മുന്നണിയുടെ ഏകോപനത്തിന് ഗുണകരമാകുമെന്നും പാർട്ടി കരുതുന്നു. കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പലപ്പോഴും UDFന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഒരു വലിയ ജ്യേഷ്ഠന്റെ റോൾ ഏറ്റെടുത്ത് പ്രശ്നപരിഹാരത്തിന് ലീഗ് ശ്രമിക്കും. ഘടകകക്ഷികളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുമുള്ള ഉത്തരവാദിത്തം ലീഗ് നിർവഹിക്കും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നുമുള്ള നിലപാട് ലീഗിന്റെ രാഷ്ട്രീയ പക്വതയാണ് കാണിക്കുന്നത്. 2026 UDF 100 സീറ്റുകൾ നേടുമെന്ന ആത്മവിശ്വാസമാണ് സാദിഖ് അലി തങ്ങൾ പങ്കുവെക്കുന്നത്. ഈ ലക്ഷ്യം കൈവരിക്കാൻ നിരവധി നിലപാടുകളും സഹായിക്കും. വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ ശക്തമായി എതിർക്കും. തീവ്ര നിലപാടുകളെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന വികസന രാഷ്ട്രീയമാകും ലീഗ് ചർച്ച ചെയ്യുക. വെൽഫെയർ പാർട്ടിയുമായി മുന്നണിക്ക് ബന്ധമില്ലെങ്കിലും ജനാധിപത്യപരമായ രീതിയിൽ അവരുടെ വോട്ടുകൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്ന പ്രായോഗിക സമീപനമാണ് ലീഗിന്റേത്. വെള്ളപ്പള്ളി നടേശനെ പോലെയുള്ള വ്യക്തികളുമായി തനിക്കുള്ള വിയോജിപ്പുകൾ തുറന്നു പറയാൻ സാദിഖ് അലി തങ്ങൾ മടിക്കുന്നില്ല. സാമൂഹിക നീതിയും തുല്യതയും ഉറപ്പാക്കുന്ന നിലപാടുകൾക്കായിരിക്കും മുൻഗണന. സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ ബൂത്ത് തലം മുതൽ പാർട്ടിയെ സജ്ജമാക്കും. സർക്കാരിന്റെ പരാജയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ പ്രത്യേക കൺവെൻഷനുകൾ സംഘടിപ്പിക്കും. സോഷ്യൽ മീഡിയയുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെയുള്ള വിപുലമായ പ്രചാരണ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ചുരുക്കത്തിൽ 2026 തിരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു മത്സരമല്ല, മറിച്ച് പാർട്ടിയുടെ വളർച്ചയും കേരള രാഷ്ട്രീയത്തിലെ തങ്ങളുടെ അനിവാര്യതയും തെളിയിക്കാനുള്ള അവസരമാണ്. സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ കൂടുതൽ സീറ്റുകൾ നേടിയും മുന്നണിയെ ശക്തിപ്പെടുത്തിയും അധികാരത്തിൽ തിരിച്ചെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ലീഗ്. ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ കേരളത്തിന്റെ പൊതുവികസനത്തിന് വേണ്ടിയുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ലീഗ് മുന്നോട്ട് വെക്കുന്നത്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്ന ഒന്നാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വനിതാ പ്രാതിനിധ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് ലഭിച്ച മികച്ച അവസരങ്ങളും അവർ കാഴ്ചവെച്ച ഭരണപാഠവും നിയമസഭയിലേക്ക് വ്യാപിപ്പിക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിലും ശക്തമാണ്. 2021 അഡ്വക്കേറ്റ് നൂർബിന റഷീദിനെ കോഴിക്കോട് സൗത്തിൽ മത്സരിപ്പിച്ചുകൊണ്ട് ലീഗ് ഒരു തുടക്കം കുറിച്ചിരുന്നു. 2026 ഇത് 1-ൽ കൂടുതൽ സീറ്റുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് സാദിഖ് അലി തങ്ങൾ ലക്ഷ്യമിടുന്നത്. MSF, വനിതാ ലീഗ് എന്നിവയിൽ നിന്നുള്ള യോഗ്യരായ വനിതകളെ പരിഗണിക്കുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും യുവ വോട്ടർമാരെ ആകർഷിക്കുകയും ചെയ്യും. പുതിയ അവകാശങ്ങൾ UDFലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗ് തങ്ങളുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്നും വാദിക്കുന്നു. നിലവിൽ മത്സരിക്കുന്ന 27 സീറ്റുകൾക്ക് പുറമെ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായി കൂടുതൽ സീറ്റുകൾ ലീഗ് ലക്ഷ്യമിടുന്നു. മലപ്പുറത്തിന് പുറമെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഇത്തവണ പാലക്കാട്, കോട്ടയം തുടങ്ങിയ ജില്ലകളിലും കൂടുതൽ സീറ്റുകൾ പാർട്ടി ആവശ്യപ്പെടും. കേവലം സീറ്റുകളുടെ എണ്ണം കൂട്ടുക എന്നതിലുപരി വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ചോദിച്ചു വാങ്ങാനാണ് തീരുമാനം. ഇതിനായി കോൺഗ്രസുമായി സീറ്റ് വെച്ചുമാറുന്നതിനും ലീഗ് തയ്യാറാണ്. മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാതെ തന്നെ അണികളുടെ വികാരം കണക്കിലെടുത്ത് സീറ്റ് വിഭജന ചർച്ചകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം. ഇത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന്റെ ആകെ വിജയസാധ്യതയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമായിരിക്കും.